ഇന്ത്യക്കാർക്ക് വളരെ ഡൗട്ട് ഉണ്ടായിരുന്നു. അതായത് ട്രംപിൻ്റെ ആ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങിൽ നരേന്ദ്രമോദിയുടെ ആബ്സെൻസ് ഇന്ത്യയെ അമേരിക്ക വെറുക്കുന്നത് കൊണ്ടാണോ, അല്ലെങ്കിൽ ഇന്ത്യയെ അമേരിക്ക മാറ്റി നിർത്തുന്നത് കാരണം കൊണ്ടാണോ എന്നുള്ളൊരു കാര്യം. എന്നാൽ നമ്മൾ ആ ഒരു വേദിയിൽ നോക്കുകയാണെങ്കിൽ ആ വേദിയിൽ ഫസ്റ്റ് ഇരിക്കുന്ന ആളാരെന്നറിയോ? നമ്മളെ ചങ്കൂറ്റുള്ള ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുള്ള ജയശങ്കറാണ് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഇരിക്കുന്നത്. ഈ ജയശങ്കറിൻ്റെ പ്രത്യേകത നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഓരോ കാര്യങ്ങൾ ട്രംപ് പറയുമ്പോഴും അവിടെയുള്ള ആളുകൾ എണീറ്റ് നിന്ന് കൈയടിക്കും. എണീറ്റ് നിന്നിട്ട് കൈയടിക്കുന്നത്, അല്ലാതെ വെറുതെ അല്ല കൈയടിക്കുന്നത്. സോ ഈ ഒരു സമയങ്ങളിൽ ജയശങ്കർ ചെയ്തൊരു കാര്യമുണ്ട്. അതായത് ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ട്രംപ് പറയുമ്പോൾ മാത്രമാണ് അദ്ദേഹം കൈയടിക്കാൻ തന്നെ എണീക്കുന്നത്. സോ ആ ഒരു ചങ്കൂറ്റം, അതായത് ഒരു ഇതുണ്ട്. അതായത് നമ്മളൊരു വേദിയിലേക്ക് ക്ഷണിക്കപ്പെട്ടിട്ട് അവിടെ വരുന്ന ആൾ പറയുമ്പോൾ അതിനെല്ലാവരും കൈയടിക്കുമ്പോഴും നമ്മളും എണീറ്റ് നിന്ന് കൈയടിക്കുന്ന ഒരു ഒരു ഇതുണ്ടല്ലോ. എന്നാൽ ഈ വ്യക്തി ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ രാജ്യത്തിന് ഉപകാരമുള്ള കാര്യം നീ ചെയ്യുകയാണെങ്കിൽ ഞാൻ നിൻ്റെ ഒപ്പം നിൽക്കും എന്ന് പറയുന്ന ആ ഒരു ചങ്കൂറ്റം കാണിക്കുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. മറ്റൊരു കാര്യമാണ്, നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും. ഈ നമ്മുടെ ജയശങ്കറിനെ തൊട്ടടുത്തിരിക്കുന്ന ആളെന്ന് പറയുന്നത് ഇക്വഡോറിൻ്റെ പ്രസിഡൻ്റാണ്. ഇവിടെ ഒരു പ്രിൻസ് ഉണ്ട്. അതായത് എല്ലാവരും കാല് കഴുകി കുടിക്കുന്ന ഒരാളുണ്ട് ആ ഭാഗത്ത്. സോ ആ രാജ്യത്തിൽ നിന്ന് വന്ന പ്രസിഡൻറ്റിനടക്കം ഇന്ത്യ കഴിഞ്ഞിട്ടാണ് അവർ പരിഗണിച്ചിട്ടുള്ളൂ എന്നുള്ളൊരു കാര്യമാണ്. സോ ശരിക്കും പറഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ് അതായത് ഇതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു റൂളുകളുണ്ടാവും. അതായത് ഒരു സത്യപ്രതിജ്ഞ ചടങ്ങിൽ ആരൊക്കെ മുമ്പിലിരിക്കണം, ആരൊക്കെ ബാക്കിലിരിക്കണം എന്നുള്ള കാര്യങ്ങളിൽ. സോ അത്രയ്ക്കും USA അത്രയ്ക്കും ബന്ധമുള്ള ഓസ്ട്രേലിയ ആയാലും മറ്റേ നമ്മുടെ ന്യൂസിലാൻഡിൻ്റെ പ്രസിഡൻ്റൊക്കെ ആയാലും രണ്ടാമത്തെ മൂന്നാമത്തെ റോയിലാണ് ഇരിക്കുന്നത്. പക്ഷേ പ്രസിഡൻ്റ് അല്ലാത്ത ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുള്ള ഇന്ത്യയുടെ ആളിരിക്കുന്നത് ഫസ്റ്റ് റോയിൽ ഫസ്റ്റത്തെ ആളായിട്ടാണ് ഇരിക്കുന്നത്. സോ അത്രയ്ക്കും ഇന്ത്യക്ക് പ്രാധാന്യം അമേരിക്ക കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഈ സ്ഥാനത്ത് നമ്മുടെ പ്രധാനമന്ത്രി പോയി അവിടെ ഇരുന്നിട്ട് അവർ പറയുന്നതിന് കൈയടിക്കുന്ന ഒരു സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കി. എന്തൊരു മണ്ടത്തരമായിരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഇന്ത്യയുടെ വില കുറഞ്ഞ് പോകുന്ന ഒരു അവസ്ഥയായിരിക്കും. സോ ആ ഒരു സ്ഥാനത്തേക്കാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുള്ള ജയശങ്കർ പോയിട്ട് നല്ല ഒരു ഒരു ചങ്കൂറ്റമുള്ള ഒരു വ്യക്തിയായിട്ട് ഇരുന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വന്നിട്ടുള്ളത്. സോ ഇതേപോലത്തെ കാര്യങ്ങൾക്കൊക്കെ എനിക്ക് തോന്നുന്നു ജയശങ്കർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി തന്നെയായിരിക്കും എല്ലാത്തിനും ആപ്റ്റായിട്ടുള്ള ഒരു വ്യക്തി. ഇതേപോലെ സിഗ്മ എന്ന് കാണിക്കാനായിട്ട് ഉള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് ജയശങ്കർ തന്നെയായിരിക്കും.